ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ കുറിച്ചാണ്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തും ചെയ്തോ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പഠിച്ചതാണ് അല്ലേ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇൻട്രോയിൽ പറയാനുണ്ട്. എന്താണ് അല്ലെങ്കിൽ ആരാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് നമുക്കറിയണം അല്ലേ. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആരാണ്, ഒരു മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത്. ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്താണ്, ഒരു ഓർഗനൈസേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് ആണ് ആരെന്ന് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, എൻട്രസ്റ്റഡ് വിത്ത് ദി മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഫംഗ്ഷൻ ഓഫ് പ്രൊവൈഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ നീഡഡ് ടു ദി മാനേജ്മെന്റ്. എന്താണ്, മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ് കളക്ട് ചെയ്യുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു എക്സിക്യൂട്ടീവ് ആണ് ആരെന്ന് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പെർഫോം ചെയ്യുന്നത് ആരാണോ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയാം അല്ലെ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ആണ് എവിടെ ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അത് ആരാണോ ചെയ്യുന്നത് ആ എക്സിക്യൂട്ടീവ് ആണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് ആണ് ആരെന്ന് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ മാനേജ്മെന്റ് ക്യാൻ ഈസിലി ടേക്ക് ഇന്റലിജന്റ് ബിസിനസ് ഡിസിഷൻ. അതുവഴി എന്താണ്, മാനേജ്മെന്റിന് വളരെ എളുപ്പത്തിൽ തന്നെ ബിസിനസ് ഡിസിഷൻ, വളരെ ഇന്റലിജന്റ് ആയിട്ട് ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഹി കമ്പൈൻ അക്കൗണ്ടിങ്, ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻ വിത്ത് ദ ടെക്നിക് നീഡഡ് ഡ്രൈവ് ടു ദി ബിസിനസ് സക്സസ്ഫുള്ളി. എന്താ പറഞ്ഞത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്തൊക്കെ കമ്പൈൻ ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്, ഫിനാൻസ് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലെ. ഈ മൂന്ന് കാര്യങ്ങൾ ആര് കമ്പൈൻ ചെയ്യുന്നു, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ബിസിനസിനെ സക്സസ്ഫുള്ളിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് ഓർത്ത് വെച്ചേക്കുക, അക്കൗണ്ടിങ്, ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. അപ്പൊ അക്കൗണ്ടിങ് ഫംഗ്ഷനും ഫിനാൻസ് ഫംഗ്ഷനും മാനേജ്മെന്റ് ഫംഗ്ഷനും കമ്പൈൻ ചെയ്യുന്നത് ആരാണ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ആവശ്യമായിട്ടുള്ള മാനേജീരിയൽ ഡിസിഷൻസിന് സഹായിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആര് തന്നെയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ നമുക്ക് നോക്കാം, മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ. നമുക്കറിയാം അതൊരു വ്യക്തിയാണ് അല്ലെ, ഒരു പേഴ്സൺ ആണ്. ഹു എയ്ഡ്സ് മാനേജീരിയൽ പ്ലാനിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിലും സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ എയ്ഡ് ചെയ്യുന്നുണ്ട്. ടേക്ക് ബൈ പ്രൊവൈഡിങ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അപ്രോപ്രിയേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് അണ്ടർടേക്കിംഗ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിംഗ് അഡ്മിനിസ്ട്രേഷൻ. എന്ത് നൽകിക്കൊണ്ടാണ്, ബൈ പ്രൊവൈഡിങ്. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും എന്താണ് നമുക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന് നൽകുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ഹു എയ്ഡ് മാനേജീരിയൽ പ്ലാനിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. എന്തിലൊക്കെയാണ് അദ്ദേഹം എയ്ഡ് ചെയ്യുന്നത്, മാനേജീരിയൽ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിലും ആണ്. അതുവഴി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ആര് തരുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോള് അല്ലെങ്കിൽ ഫംഗ്ഷൻ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ആരുടെ ഫംഗ്ഷനും വരുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷനും വരുന്നത്. നോക്കാം നമുക്ക്. ദ ജനറൽ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആർ. എന്താണ് താഴെ തന്നിരിക്കുന്നത്, നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പെർഫോം ചെയ്യുന്ന കുറച്ച് ജനറൽ ഫംഗ്ഷൻസ് ആണ്. എന്താണ്, ജനറൽ ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ഫോർ കൺട്രോൾ. എന്താണ്, കൺട്രോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് establish, coordinate and maintain an integrated plan for the control operations. എന്താണ്, ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പ്ലാനുകളാണ്
എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് എന്താണ് പ്ലാൻ ചെയ്തു വെക്കാൻ ആരെന്ന് പറഞ്ഞത്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞത്. സച്ച് എ പ്ലാൻ വുഡ് ബി പ്രൊവൈഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്, എക്സ്പെൻസ് ബജറ്റ്, സെയിൽസ് ഫോർകാസ്റ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, പ്രോഫിറ്റ് പ്ലാനിങ് എക്സെട്ര. എന്താണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് പ്ലാനിങ് ഫോർ കൺട്രോൾ ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്റഗ്രേറ്റഡ് പ്ലാൻ ഫോർ ദ കൺട്രോൾ ഓഫ് ഓപ്പറേഷൻ. നമ്മുടെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ പ്ലാനുകൾ എന്ത് വഴിയാണ്? കോസ്റ്റ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഈ പ്ലാനുകൾ എന്ത് നൽകുന്നു എന്നാണ് പറഞ്ഞത്? കോസ്റ്റ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ എക്സ്പെൻസ് ബജറ്റ്, സെയിൽ ഫോർകാസ്റ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, പ്രോഫിറ്റ് പ്ലാനിങ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്ലാനിങ് ഫോർ കൺട്രോൾ. നെക്സ്റ്റ് വൺ ആണ് റിപ്പോർട്ടിംഗ്. എന്താണ്? ചെയ്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അല്ലേ? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് മെഷർ പെർഫോമൻസ് അഗൈൻസ്റ്റ് ഗിവൺ പ്ലാൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്. എന്താണ്? നേരത്തെ തന്ന പ്ലാനും സ്റ്റാൻഡേർഡും അനുസരിച്ചിട്ടാണോ പെർഫോമൻസ് വന്നിരിക്കുന്നത് എന്ന് മെഷർ ചെയ്യേണ്ടതും ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ദ റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ആർ ഇന്റർപ്രിറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ് ടു ഓൾ മാനേജ്മെന്റ്. എന്താണ് അതിന്റെ റിസൾട്ട്? നമ്മൾ ഈ കാര്യം ചെക്ക് ചെയ്തില്ലേ? പ്ലാൻ പോലെ തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരുന്ന സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണോ ആക്ച്വൽ വന്നിട്ടുള്ളത് എന്ന് മെഷർ ചെയ്യുകയും എന്നിട്ട് മെഷർ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഇന്റർപ്രിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു ബാക്കിയുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ ആർക്കാണോ അത് ആവശ്യമായിട്ട് വരുന്നത് അവരിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റിംഗ് ആണ്. എന്താണ്? ഇവാലുവേഷൻ നടത്തുക. ഹി ഷുഡ് ഇവാലുവേറ്റ് വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എന്താണ്? നമ്മുടെ ബിസിനസിന്റെ പല പോളിസീസും പ്രോഗ്രാംസും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നതാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റിന് പറ്റുന്നതാണ്. ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് പ്രൊസീജിയർ ടു അറ്റൈൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി കാലിബർ ഓഫ് ദി മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. എന്താണ്? ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ കാലിബർ അനുസരിച്ചിട്ടാണ് ആ ഒരു ബിസിനസിന്റെ പ്ലാൻസ് ആൻഡ് പോളിസീസ് അല്ലെങ്കിൽ പ്രൊസീജിയർ എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് അറ്റൈൻ ചെയ്യുന്നതും എന്ത് വഴി തന്നെയാണ്? ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ കാലിബർ തന്നെയാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പ്ലാനിംഗ് ഫോർ കൺട്രോൾ ആയിരുന്നു ആദ്യം പറഞ്ഞ ഫംഗ്ഷൻ. രണ്ടാമത് റിപ്പോർട്ടിംഗ് പറഞ്ഞു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഇവാലുവേറ്റിംഗ് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. നാലാമത്തെ അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഈസ് എക്സ്പെക്ടഡ് ടു റിപ്പോർട്ട് ടു ഗവൺമെന്റ് ഏജൻസീസ് as required under different laws and to supervise all matters relating to taxes. എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഏജൻസീസിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് മാനേജ്മെന്റിനാണ് നൽകേണ്ടത് അല്ലേ? എക്സ്പെക്ടഡ് ടു റിപ്പോർട്ട് ഗവൺമെന്റ് ഏജൻസീസ് റിക്വയർഡ് അണ്ടർ ഡിഫറെന്റ് ലോ. പല ലോ പ്രകാരം നമ്മുടെ ബിസിനസ്സിന് അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ബർഡന്റെ ഇൻഫർമേഷൻ, പല ഗവൺമെന്റ് ഏജൻസീസിന് അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ബർഡന്റെ ഇൻഫർമേഷൻ ആർക്ക് നൽകണം? മാനേജ്മെന്റിന് നൽകേണ്ടതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സും എന്ത് തന്നെയാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്. അസറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? അസറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ബിസിനസ് അസറ്റ് ഈസ് അനദർ ഫംഗ്ഷൻ assigned to the management accountant. This function is performed through maintenance of internal control, auditing and assuring proper insurance coverage of asset. എന്താണ്? നമുക്കറിയാം ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് ഇന്റേണൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അസറ്റുകൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുകയും ഇൻഷുറൻസ് കവറേജ് എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അസറ്റുകൾക്ക് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതും ആരുടെ ധർമ്മമാണ്? ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ധർമ്മമാണ്. അടുത്ത് വരുന്നത് അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ എഫക്റ്റ്. എന്താണ്? എക്സ്റ്റേണൽ എഫക്റ്റുകൾ അപ്രൈസൽ ചെയ്യണം. എക്സ്റ്റേണൽ യൂസേഴ്സിന് കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ്? ഇന്റേണൽ നമ്മുടെ മാനേജ്മെന്റിന് തന്നെയാണ് നൽകേണ്ടത്. പക്ഷേ എക്സ്റ്റേണൽ എഫക്റ്റുകളിന് എന്ത് ചെയ്യണം? അപ്രൈസൽ നടത്തണം. ഹീസ് ടു അസസ് ദി എഫക്റ്റ് ഓഫ് വേരിയസ് ഇക്കണോമിക് ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഓഫ് ഗവൺമെന്റ്. എന്താണ്? ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള ഇക്കണോമിക് പോളിസീസും ഫിസിക്കൽ പോളിസീസും ആര് അസസ് ചെയ്യണം? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അസസ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾസോ ടു ഇവാലുവേറ്റ് ദ
ഇമ്പാക്ട് ഓഫ് അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൺ ദി അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗവൺമെന്റിന്റെ ഇക്കണോമിക് ആൻഡ് ഫിസിക്കൽ പോളിസീസ് അസസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എഫക്റ്റുകൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന്റെ ഒരു ഫാക്ടർ ആണ് എങ്കിൽ അതും അസസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്രൈസൽ നടത്തേണ്ടത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഇത്രയാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോള് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതേപോലെ തന്നെ ഒരു റോളാണ്, പക്ഷെ എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിലാണ്. അതായത് നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിസിഷൻ അല്ല സപ്ലൈ ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള റിലവന്റ് ഇൻഫർമേഷൻ ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷനിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനുള്ള റോൾ എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻക്രീസസ് ദി ഓവറോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ആൻ എന്റർപ്രൈസ്. എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് വഴി നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ് ടു ഗൈഡ് ദി ടോപ്പ് മാനേജ്മെന്റ് ഇൻ ടേക്കിംഗ് പോളിസി ഡിസിഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് അതർ ഡേറ്റ. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ അതർ ഡേറ്റയും ഒക്കെ റീഅറേഞ്ച് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആർക്ക് ഇൻഫർമേഷൻ നൽകുന്നത്? മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നത്. ഇനി എങ്ങനെയായിരിക്കും ആ ഒരു റോള് പെർഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ ഫോളോയിങ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഓരോ റോളുകളും നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഇതേ സെന്റൻസുകൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം എന്നല്ല പറയുന്നത്. അത് നമുക്ക് എന്താണ് ഡിഗ്രിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ, എസ് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേണ്ടത്. നമുക്ക് വേണ്ടത് PSC എക്സാം എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ലെങ്കിൽ റീസൺ ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ ഓരോന്നും എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പോളിസി ഫോർമുലേഷനും പ്ലാനിങ്ങും ഒക്കെ. അപ്പോൾ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡിസിഷൻ മേക്കിംഗിലെ റോളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ദ ഒബ്ജക്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ടു സപ്ലൈ നെസസറി ഡേറ്റ ടു ദി മാനേജ്മെന്റ് ഫോർ ഫോർമുലേറ്റിംഗ് പ്ലാൻസ്. നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നെസസറി ഡേറ്റ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ പ്ലാൻസും പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനാണ് അല്ലേ. പ്ലാനിങ് ഈസ് എസെൻഷ്യലി റിലേറ്റഡ് ടു ടേക്കിംഗ് ഡിസിഷൻ ഫോർ ഫ്യൂച്ചർ. എന്താണ്? ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് അത്യാവശ്യമാണ്? പ്ലാനിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ആൻഡ് ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ് ബൈ ദി മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. എന്താ പറഞ്ഞത്? നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നൽകുന്ന ഇൻഫർമേഷൻസും ഒപ്പീനിയനും മാനേജ്മെന്റിന് എന്താണ്? പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും പ്ലാനിംഗ് നടത്താനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എന്ത് വരുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോള് വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലായി. ഫസ്റ്റ് വൺ, പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. നെക്സ്റ്റ് വൺ പറയുന്നു ഹെൽപ്ഫുൾ ഇൻ ഓർഗനൈസിങ്. എന്താണ്? ഓർഗനൈസിങ്, മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസിങ്ങിനെ സഹായിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് connected with the establishment of cost center, preparation of budget, preparation of cost control account and fixing of responsibility for its different function. എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്? കോസ്റ്റ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നു അല്ലേ. ഡിഫറെന്റ് ഫംഗ്ഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് കണക്ട് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് പറയാം, ഓൾ ദീസ് ആസ്പെക്ട്സ് ആർ ഹെൽപ്ഫുൾ ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ എഫക്റ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക്. എന്താ? ഇതിനകത്തെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസിങ്ങിനും എന്ത് സഹായിക്കുന്നു? മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് റോളാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയാം, ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിംഗ് പെർഫോമൻസ്. എന്താണ്? പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡിവൈസസ് ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ ആർ ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിംഗ് പെർഫോമൻസ്. എന്താണ്? നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡിവൈസുകളായിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ബജറ്ററി കൺട്രോളും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള കൺട്രോളിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺട്രോളിംഗ് ഫംഗ്ഷൻ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടൂളുകളാണ് ഏത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ബജറ്ററി കൺട്രോളും എന്നൊക്കെ പറയുന്നത് അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനകത്ത് എന്താണ്? നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് വിലയിരുത്തുകയും സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്ത് വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് കൺട്രോളിംഗ് ഫംഗ്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കുറച്ച് ടൂളുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ബജറ്ററി കൺട്രോളും ഒക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡിവൈസുകളാണ്. ഇതൊക്കെ കൺട്രോളിങ്ങിന് സഹായിക്കുന്നതാണ്. ദ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് യൂണിറ്റ് ആൻഡ് സെപ്പറേറ്റ് ഗോൾസ് ആർ സെറ്റ് അപ്പ് ഫോർ ഈച്ച് യൂണിറ്റ്. ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് പല യൂണിറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് നൽകുകയും അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദ ആക്ച്വൽ റിസൾട്ട് ആർ കമ്പയർഡ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അതിനുശേഷം നമ്മുടെ ആക്ച്വൽ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും അതിനെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവായിട്ട് ചെക്ക് ചെയ്യുകയും അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ദ മാനേജ്മെന്റ് ഈസ് ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദി ഡീവിയേഷൻ ആൻഡ് ടേക്ക് നെസസറി കറക്റ്റീവ് മെഷേഴ്സ്. അതുവഴി എന്തെങ്കിലും ഡീവിയേഷൻ വന്നിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണോ ആക്ച്വൽ പെർഫോമൻസ് വന്നത് എന്ന് മനസ്സിലാക്കാനും എന്തെങ്കിലും ഒരു വേരിയൻസ്, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ പോലെ തന്നെ ആക്ച്വൽ എത്തിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് എത്തിയില്ല, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൺട്രോളിംഗ് പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണെന്ന് പറയാം? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ആണ് ഹെൽപ്ഫുൾ ഇൻ ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞു ഏതൊരു ഇൻഫർമേഷനെയും റീഅറേഞ്ച് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന തരത്തിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് ടു പ്രസന്റ് financial information to the management in such a way that is easily understood. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ മാനേജ്മെന്റിന് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ധർമ്മമാണ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എക്സ്പ്ലെയിൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഏതൊക്കെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആയിട്ടുള്ള ചാർട്ട്, അതുപോലെ തന്നെ ഡയഗ്രാംസ്, ഇൻഡെക്സ് നമ്പർ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വളരെ സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റിന് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അടുത്ത റോളാണ് പറയുന്നത് സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു പാതയായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. കാരണം പലതരത്തിലുള്ള റിപ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ മാനേജ്മെന്റിന് നൽകുന്നത് അല്ലെ. മാനേജ്മെന്റ് പല ലെവൽസ് ഓഫ് മാനേജ്മെന്റിന് ഏത് സിറ്റുവേഷന് ഏത് ഇൻഫർമേഷൻ ആണോ ആവശ്യം ആ സമയത്ത് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത പറയുന്നത് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയൊരു പോയിന്റ് ആണ് അല്ലേ. എംപ്ലോയീസിനെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഹെൽപ്പ് ദി മാനേജ്മെന്റ് ഇൻ സെലക്ടിംഗ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓഫ് ഡൂയിങ് തിങ്സ്. ഒരു കാര്യം ചെയ്യാൻ പല രീതികൾ ഉണ്ടാവും അല്ലെ. അതിൽ ഏറ്റവും ബെസ്റ്റ് രീതി ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ടാർഗറ്റ് ആർ ലേ ഡൗൺ ഫോർ ദി എംപ്ലോയീസ്. എംപ്ലോയീസിന് പലതരത്തിലുള്ള ടാർഗറ്റുകൾ കൊടുക്കുന്നു. ദേ ഫീൽ മോട്ടിവേറ്റഡ് ഇൻ അച്ചീവിംഗ് ദെയർ ടാർഗറ്റ് ആൻഡ് ഫർദർ ഇൻസെന്റീവ്സ് ആർ ഓഫൻ ഗിവൺ ഫോർ ഇംപ്രൂവിംഗ് ദെയർ പെർഫോമൻസ്. ഒരു വ്യക്തിക്ക് നമ്മളൊരു ടാർഗറ്റ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സ്വയം മോട്ടിവേറ്റ് ആവില്ല.
എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി, ഇത് കൂടുതൽ തന്നാലും ഞാൻ ചെയ്യും എന്നുള്ളൊരു മോട്ടിവേഷൻ ആർക്ക് കിട്ടുന്നു? എംപ്ലോയീസിന് കിട്ടുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഫർദർ ഇൻസെന്റീവ്സ് ഗെയിൻ ചെയ്യാനുള്ള ഒരു പെർഫോമൻസും അവർ ചെയ്യുന്നതാണ്. ഇതൊക്കെ മോട്ടിവേഷനിലേക്കാണ് നയിക്കുന്നത്. സോ എന്താണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അടുത്ത പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് ഡിസിഷൻ. ഇത് നമുക്കറിയാവുന്നതന്നെയാണ് അല്ലേ? ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. എന്താണ് ഏത് ഡിസിഷനും ആസ്പദമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രിപ്പയർ റിപ്പോർട്ട്സ് ഓൺ ദി ഫീസിബിലിറ്റി ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. എന്താണ് പല ഓൾട്ടർനേറ്റീവ്സിന്റെ ഫീസിബിലിറ്റി, അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ള റിപ്പോർട്ട് ആര് നൽകുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് നൽകുന്നുണ്ട്. ഇറ്റ് മേ ബി ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ലേബർ വിത്ത് മെഷീൻ. ചിലപ്പോൾ അത് ലേബറിനെ മാറ്റി മെഷീൻ റീപ്ലേസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, തിരിച്ചു ആവാം അല്ലേ? മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആര് റിപ്പോർട്ട് നൽകുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് റിപ്പോർട്ട് നൽകുന്നത്. ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദി അക്കൗണ്ടന്റ് ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ സെലക്ടിങ് എ സ്യൂട്ടബിൾ ഓൾട്ടർനേറ്റീവ് ആൻഡ് ടേക്കിംഗ് കറക്റ്റ് ഡിസിഷൻ. എന്താണ് പല ഓൾട്ടർനേറ്റീവ്സിന്റെ എന്താണ് ഫീസിബിലിറ്റിയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് ആര് നൽകുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് നൽകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് സ്യൂട്ടബിൾ, ഏതാണ് നല്ലത്, അല്ലെങ്കിൽ കറക്റ്റ് ഡിസിഷൻ ഏതാണ് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് പറ്റുന്നുണ്ട്. സെലക്ടിങ് എ സ്യൂട്ടബിൾ ഓൾട്ടർനേറ്റീവ്. എന്താണ് പല ഓൾട്ടർനേറ്റീവ് നോക്കിയിട്ട് അതിൽ ഫീസിബിലിറ്റി ഏതെന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണത്തെ സെലക്ട് ചെയ്യാനും കറക്റ്റ് ഡിസിഷൻ എടുക്കാനും മാനേജ്മെന്റിന് ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വഴി സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഒരു റോളാണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എന്താണ് നമുക്കറിയാം നമ്മുടെ റിസോഴ്സസ് ഒക്കെ വളരെ സ്കേഴ്സ് റിസോഴ്സസ് ആണ് അല്ലേ? അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലേ? നമ്മുടെ മിനിമം റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം എന്താണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക, എങ്കിൽ മാത്രമാണ് ഏതൊരു ബിസിനസ്സും സർവൈവ് ചെയ്തു പോകുന്നത്. വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ടു യൂട്ടിലൈസ് സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ആൻ ഒപ്റ്റിമൽ വേ. എന്താണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് നമ്മുടെ വളരെ കുറച്ച് മാത്രമുള്ള റിസോഴ്സസിനെ വളരെ ഒപ്റ്റിമൽ വേയിൽ എന്താണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിന് ഇതുവഴിയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനും അസസ് ദി ഫണ്ട് റിക്വയർഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഫണ്ട് എത്രയെന്ന് അസസ് ചെയ്യാനും ഹെൽപ്പ് ദി ടോപ്പ് മാനേജ്മെന്റ് ഇൻ സയന്റിഫിക് അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്. എന്താണ് ടോപ്പ് മാനേജ്മെന്റിന് എങ്ങനെയാണ് ഈ വളരെ കുറച്ച് മാത്രമുള്ള റിസോഴ്സസിനെ വളരെ സയന്റിഫിക് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അലോക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം യൂട്ടിലൈസേഷൻ ട്രാക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ആര് നൽകുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കേഴ്സ് റിസോഴ്സസ് ഒപ്റ്റിമൽ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമാകുന്നു. അപ്പൊ അടുത്തൊരു റോളാണ് ഏതെന്ന് പറയുന്നത്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് കോഓർഡിനേഷന് സഹായിക്കുന്നു. നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഓർഗനൈസേഷൻ തന്നെ പല എംപ്ലോയീസ്, പല സുപ്പീരിയേഴ്സ്, അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലേ? ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പ്രൊവൈഡ് ടൂൾ വിച്ച് ആർ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിലെ പല ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പല സെക്ഷൻസിലുള്ള ആളുകളുടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. കോർഡിനേഷൻ ഈസ് ഡൺ ത്രൂ ഫങ്ഷണൽ ബജറ്റിംഗ്. കോർഡിനേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഫങ്ഷണൽ ബജറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ടൂൾ, എന്താ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോർഡിനേഷൻ നടക്കുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആക്ട് ആസ് എ കോർഡിനേറ്റർ ആൻഡ് റികൺസിൽ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് സെക്ഷൻ. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു കോർഡിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുകയും അതുപോലെ തന്നെ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസിനെ റികൺസിൽ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഇനി ലാസ്റ്റ് വൺ ആണ് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ടാക്സ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. വേരിയസ് ടാക്സ് റിട്ടേൺസ് ആർ ടു ബി ഫൈൽഡ് അണ്ടർ ഡിഫറെന്റ് ടാക്സ് ലോസ്. നമുക്കറിയാം നമുക്ക് പലതരത്തിലുള്ള ടാക്സ് ലോകളുണ്ട്, അതനുസരിച്ചിട്ട് പലതരത്തിലുള്ള റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ക്യാരിഡ് ഓൺ വിത്ത് ദി ഗൈഡൻസ് ഓഫ് ദി മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഈ ടാക്സ് കാര്യങ്ങളൊക്കെ എന്താണ്
കറക്റ്റ് രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഗൈഡൻസ് നൽകുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അത് ചെയ്യുന്നു എന്നല്ല, അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസും ഇൻഫർമേഷനും ആര് നൽകുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നൽകുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്താണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഒരു ഡിസിഷൻ മേക്കിംഗിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ 10 റോളുകളാണ് പറഞ്ഞത് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് കുറേ ടൂളുകളും ടെക്നിക്കുകളും ഒക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അവ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ടൂൾസ് ആൻഡ് ടെക്നിക് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ആർക്ക് നൽകുന്നുണ്ട്? മാനേജ്മെന്റിന് നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള ടൂളുകളും ടെക്നിക്കുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആർക്ക് നൽകുന്നത്? മാനേജ്മെന്റിന് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഡിഫറെന്റ് സിറ്റുവേഷനിലും അതുപോലെ തന്നെ ഡിഫറെന്റ് ഇൻഫർമേഷൻ അവൈലബിലിറ്റിയിലും ഒക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള ടൂളാണ്. ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടൂളുകൾ മാറും. നമുക്ക് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ആൻ അക്കൗണ്ടിങ് സർവീസ് ടു മാനേജ്മെന്റ് ഹാസ് ടു എംപ്ലോയ് എ നമ്പർ ഓഫ് ടൂൾ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ്. നോ വൺ ടെക്നിക്ക് ക്യാൻ സാറ്റിസ്ഫൈ ഓൾ മാനേജീരിയൽ നീഡ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരുപാട് ടൂൾസും ടെക്നിക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മാനേജീരിയലിന്റെ നീഡും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ടൂളായിട്ടില്ല, പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടന്റ് ടൂൾസ് ആൻഡ് ടെക്നിക് യൂസ്ഡ് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആർ ആസ് ഫോളോസ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്ക് എന്ന്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം. എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ലോങ് ടേമും അതുപോലെ തന്നെ ഷോർട്ട് ടേമും ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോർമുലേറ്റിംഗ് ഫിനാൻസിങ് പോളിസീസ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഫിനാൻഷ്യൽ പ്രൊസീജിയർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ലോങ് ടേമും ഷോർട്ട് ടേമുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം. പിന്നീട് എന്താണ്? ഈ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ഫോർമുലേറ്റിംഗ് ഫിനാൻഷ്യൽ പോളിസീസ്, ഡെവലപ്പിംഗ് ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടൂൾ ആണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പോളിസീസ്, ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പോളിസീസ്, മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ പ്രൊസീജിയർ. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവിനകത്ത് ലോങ് ടേമും ഷോർട്ട് ടേമും വരുമെന്ന് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൂൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. നെക്സ്റ്റ് വൺ ആണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്ന ടൂളാണ്. ദിസ് ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് മീനിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഈ ഒരു ടൂൾ വഴി, ഏത് ടൂളാണ്? അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പലതരത്തിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ആദ്യം ഇൻട്രോ ആയിട്ട് പറയാം. എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ മീനിങ്ങും സിഗ്നിഫിക്കൻസും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് എ ഫോർകാസ്റ്റ് മേ ബി മെയ്ഡ് അബൌട്ട് ദി പ്രോസ്പെക്ടസ് ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ്സ്, എബിലിറ്റി ടു പേ ഡെപ്റ്റ്സ് എക്സെട്ര. ഇതുവഴി ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നോ? ഫ്യൂച്ചർ ഏർണിംഗ്സ് മുൻകൂട്ടി കാണാനും അതുപോലെ തന്നെ ഡെറ്റ് പേ ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടൂള്. എന്താണ്? നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡിംഗ് ആക്ച്വൽ കോസ്റ്റ് ഡേറ്റ ഓൺ ഓർ ആഫ്റ്റർ ദി ഡേറ്റ വെൻ ഇറ്റ് ഹാസ് ബീൻ ഇൻകേർഡ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്യൂച്ചർ പ്രൊജക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ റെക്കോർഡിംഗ് ആണ് നോക്കുന്നത് അല്ലേ. ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ആക്ച്വൽ കോസ്റ്റ് ഡേറ്റ ഓൺ ഓർ ആഫ്റ്റർ ദി ഡേറ്റ. എന്താണ്? ഒരു ഡേറ്റ ഉണ്ടായതിനു ശേഷം, അതിനെയല്ലേ നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. ഉണ്ടായതിനു ശേഷം അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രോസസ്സ് നടത്തുന്നത്.
അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് നടന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, നടന്നതിന് ശേഷം രേഖപ്പെടുത്തി വെച്ച് അതിൽ നിന്ന് എന്താണ് അതൊരു ഇൻഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്യാണ് എവിടെ ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഡിവൈസ് ഫോർ മാനേജീരിയൽ കൺട്രോൾ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ്. എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മാനേജീരിയൽ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസ് ആണ് അല്ലെങ്കിൽ ടൂൾ ആണ് ഏതെന്ന് പറഞ്ഞത്? ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ബജറ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായത് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കാണ്. അടുത്ത വർഷം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്രയായിരിക്കണം നമ്മുടെ സെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബജറ്റ് ആക്കി വെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യും? ആക്ച്വൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ കമ്പയർ ചെയ്യുന്നു. അതായത് കൺട്രോളിങ് ആ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ് ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ റെക്കോർഡഡ് ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ എന്ത് നടത്തുന്നത്? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൂളിന്റെ പേരെന്താണ്? ബജറ്ററി കൺട്രോൾ എന്നാണ്. അതുപോലെ തന്നെ അടുത്തൊരു ടൂൾ ആൻഡ് ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. This involves the technique of preparation of standard cost. എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Their comparison with the actual cost and analysis of the variance. It is the most effective method of cost control. എന്താണ്? കോസ്റ്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഇവിടെയും നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നു, അതിനുശേഷം എന്താണ് ആക്ച്വൽ നടക്കുന്നു അല്ലേ? ദെൻ ആക്ച്വലിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് വേരിയൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിന്റെ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടൂൾ. അടുത്ത് വരുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ചേഞ്ചസ് ഓഫ് കോസ്റ്റ് റിസൾട്ടിംഗ് ഫ്രം ചേഞ്ചസ് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ പറയുന്നത്? പ്രൊഡക്ഷൻ വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട്, കൂടുക മാത്രമല്ല കുറയുക, ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കുണ്ടാവുന്ന കോസ്റ്റിനകത്തുണ്ടാവുന്ന ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് വരുന്നത്. ഇപ്പോൾ ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ നമുക്കുണ്ടാവുന്ന കോസ്റ്റിനകത്തുണ്ടാവുന്ന വേരിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ഏത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ മെഷറിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെന്റ് ലൈൻ ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഇത്? എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നോ? ഡിഫറെന്റ് ലൈൻ ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പോൾ 1000 ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും 10000 ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. അടുത്ത ടൂൾ അല്ലെങ്കിൽ ടെക്നിക്കാണ് ഏത്? ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ഒരു മാനേജ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് എ ചോയ്സ് ബിറ്റ്വീൻ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. എന്താണ്? പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരെണ്ണത്തെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ്, അതിനെ സെലക്ട് ചെയ്ത് അതൊരു ആക്ഷനായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിങ് ആണ് ഏതെന്ന് പറയുന്നത്? ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ടൂൾ ആൻഡ് ടെക്നിക്ക് തന്നെയാണ് ഏത്? ഡിസിഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിങ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രൈസിനകത്ത് ചേഞ്ചസ് ഉണ്ടായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ ആ ചേഞ്ച് വഴി നമുക്ക് ലാഭം ഉണ്ടായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് റിവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിങ് ഈസ് എ മെത്തേഡ് എംപ്ലോയ്ഡ് ഫോർ ഓവർകമ്മിങ് ദ പ്രോബ്ലംസ് കണക്റ്റഡ് വിത്ത് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂറിങ് പീരീഡ് ഓഫ് റൈസിംഗ് പ്രൈസ്. എന്താണ്? നമ്മുടെ മാർക്കറ്റിൽ ഒരു ഫിക്സഡ് അസറ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് റീപ്ലേസ്മെന്റ് വന്നത്. ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് 10 വർഷമൊക്കെ തികയുന്ന സമയത്ത് ആ അസറ്റിന്റെ വില അങ്ങ് കൂടും. ആ സമയത്ത് നമുക്കത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഇതും എന്തിന്റെ ടൂളാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂളാണ്.
അടുത്ത് പറയുന്നതാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമുള്ള ടൂളാണ് ഇത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോളോവഡ് ഇൻ കോർപ്പറേറ്റ് ബോഡീസ് ടു പ്രൊവൈഡ് റിലവന്റ് ഇൻഫർമേഷൻ അറ്റ് ദി റൈറ്റ് ടൈം ഇൻ ദി റൈറ്റ് ഫോർമാറ്റ് ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഫോർ പ്രൊവൈഡിംഗ് സപ്പോർട്ട് ടു ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ്. എന്താണ്? വലിയ വലിയ കോർപ്പറേറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യം ഫോർമാറ്റിൽ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനും ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൂളിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടൂളാണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആരാണ്, ഒരു മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കി, അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് എന്ത് റോളാണ് ഡിസിഷൻ മേക്കിങ്ങിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ടൂൾസ് ആൻഡ് ടെക്നിക് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ ഇത്രയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.